ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ രാമനാട്ടുകരയിൽ ചെറിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം. ഇവിടെ ഇപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്നത് 8ഓളം ഭിന്നശേഷി കുട്ടികളാണ്. ഇവരുടെ സന്തോഷത്തിലും സങ്കടത്തിലുമൊക്കെ പങ്കുചേർന്ന് അവർക്ക് എന്താണ് വേണ്ടത് അത് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പദ്ധതി മുന്നോട്ട് വെക്കാൻ. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ പറയാ? എങ്ങനെ ഇഷ്ടായോ? നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത് എന്ന് പറയും. എങ്ങനെ കണ്ടിട്ടാണ് ഇവിടെ ഒത്തുചേരലുണ്ടായത്? കാണാനുള്ള ഒരു ആഗ്രഹമില്ലായിരുന്നോ? എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ പ്രോഗ്രാംസ് ഒക്കെ? ഓക്കെ ഓക്കെ. ഷൈനുട്ടിയെ, ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇന്നിവിടെ എന്തൊക്കെ ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചത്? ഇവിടെ വരാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായില്ലായിരുന്നോ? കുറെ ആയില്ലേ നമ്മൾ പറയുന്നത്? നമ്മള് കാണുമ്പോ എന്തൊക്കെയായിരുന്നു പറയാറുണ്ടായിരുന്നത്? ഇവിടെ വരണോ, അങ്ങനല്ല, ഇവിടെ വരണം, പ്രോഗ്രാം ഒക്കെ നടത്തണോ, ഇനി നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വേണ്ടേ? ഏതാ കുട്ടി? പരിപാടി സൂപ്പറായിന്. പിന്നെ കുറെ സാരെ കണ്ടിട്ട് പിന്നെ പരിപാടി വെച്ച തന്നെ വലുതായി. കൊറേ ആയി ഇന്നെ കണ്ടിട്ട്. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നോ? കണ്ടില്ലേ? സന്തോഷായില്ലേ? സന്തോഷായി. മോളൂസിന്റെ പിറന്നാളല്ലേ ഇന്ന്? നല്ല മധുരം ഉണ്ടായില്ലേ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ? മോളൂസിന് എന്താ പറയാനുള്ളത്? ഇവിടുത്തെ പരിപാടി അടിപൊളി. പരിപാടി പിന്നെ ബട്ടർഫ്ലൈയിലെ നമ്മള് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. താത്തന്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ പാറി പറന്ന് നടക്കാൻ വേണ്ടിട്ട് അല്ലേ? അതിലല്ലേ നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളത് അല്ലേ? പിന്നെ മോളൂസിന് എന്താ പറയാനുള്ളത്? നല്ല പരിപാടിയായിരുന്നു. ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. കുറെ ആളുകൾ പങ്കെടുത്തു. വേറെ ദിവ്യന്റെ പിറന്നാളെ കുറിച്ച് എന്താ പറയാ? ദിവ്യന്റെ പിറന്നാള് നല്ല രസമുള്ള പരിപാടിയായിരുന്നു. കേക്ക് കട്ട് ചെയ്തു, എല്ലാരും ഒരുമിച്ചു ആഘോഷിച്ചു. തന്നെ. മോളൂസിന് എന്താ പറയാനുള്ളത്? സന്തോഷായി അല്ലേ? സന്തോഷായി. അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തല്ലോ അല്ലേ? ഭക്ഷണം കഴിച്ചു. പിന്നെ സന്തോഷായി അല്ലേ? എല്ലാരും കൂടെ കൂടിയപ്പോ അല്ലേ? അടിപൊളിയായി, സൂപ്പറായി. ഇനി അമ്മമാർക്ക് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച്? അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു എന്തൊക്കെയാ സംഭവം, പരിപാടിയൊന്നും അറിയില്ല. ഇവിടെ വന്നപ്പം വലിയ പരിപാടിയായിട്ട് ചെറിയൊരു പരിപാടി വലിയതായി മാറിയില്ലേ? സന്തോഷമുണ്ട്. ഇനി അമ്മായിക്ക് എന്താ പറയാനുള്ളത്? ഒരു ദിവസം ഭാര്യയായിട്ടൊരു താത്ത വരണം. എന്തായാലും വരുമോ? അറിയില്ല. അമ്മായിക്ക് സന്തോഷായില്ലേ? ഓക്കെ, സന്തോഷം. ഒരുപാട് തവണ നമ്മള് സംസാരിക്കാറുണ്ടായിരുന്നു അല്ലേ? മോളൂസിന് എന്താ പറയാനുള്ളത്? നന്നായിരുന്നു. മോളെ ഞാൻ ഇന്ന് കാണുന്നുള്ളൂ അല്ലേ? ഗ്രൂപ്പിലില്ലാത്തോണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഈ കൂടിച്ചേരൽ നമുക്ക് വലിയൊരു ആഘോഷമാക്കി മാറ്റണം. കരീം സാറും ഫലത് സാറും ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒത്തൊരുമിച്ച് നിങ്ങൾക്ക് എല്ലാ ഒരു ആശ്വാസവും ഒക്കെ ഏകിക്കൊണ്ട് നമ്മൾ കൂടെ ഉണ്ടാവും. നിങ്ങള് നമ്മളെ കൂടെ നിൽക്കുക. എന്ത് വേണം, എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം എന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് പറയാം. എപ്പോഴും കേൾക്കാൻ നിങ്ങളുടെ ഒരാളായിട്ട് ഞാൻ എന്നും നിങ്ങളെ കൂടെ ഉണ്ടാവും. മേഡം വരെ വിളിച്ചപ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിറന്നാളാണ്, ഇവിടെ കേക്ക് മുറിക്കാനുള്ള ഒരു ഭാഗ്യം ദിവ്യക്ക് ഉണ്ടായല്ലോ. ദിവ്യക്ക് മാത്രല്ല എന്റെ എല്ലാ മക്കൾക്കും ആ ഒരു ഇതിപ്പോ ഒരു കുഞ്ഞു തുടക്കമാണ്. ഇതൊരു വലിയൊരു ഇതാക്കി മാറ്റണം എന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എന്തെങ്കിലും തുണ്ട് കൊടുത്തുകൊണ്ട കാര്യമില്ല, നമ്മളൊരു കൂടി പിടുത്തം ഇങ്ങനെ ആരും ചെയ്യുന്നില്ല. അതൊരു സത്യമാണ്. ആമിന ജിജി നമുക്ക് അറിയില്ലല്ലോ, ഞാനൊന്നും ശരിക്കും ഫസ്റ്റ് ഒരു പരിപാടിക്ക് ഇവരെ സ്കൂളിൽ പോയിന്നല്ലാണ്ട് ഇങ്ങനെ കുറെ പേപ്പറിലും പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ ഒരു കൂട്ടിപ്പിടുത്തം. പിന്നെ ഒരു മുതുകാട് ചെയ്യലെന്ന് തോന്നുന്നില്ലേ? മുതുകാട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളോടൊപ്പം ഇന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. വളരെയേറെ സന്തോഷം തോന്നി. അവര് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള കഴിവുകളുള്ള പിള്ളേരാണ് എന്ന് മനസ്സിലായി. മാത്രമല്ല ഇവരൊക്കെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി ആമിന ജിജോ അവർ വല്ലാതെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ മൊത്തം കണ്ണും കാതും ഒക്കെ ഇത്തരത്തിലുള്ള
കുട്ടികളുടെ സഹായത്തിന് വേണ്ടി അവരോട് ഈ സഹാനുഭൂതിയൊന്നും അല്ല വേണ്ടത്, നമ്മൾ അവരൊന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ള ബാക്കി കരീം സാറൊക്കെ പറഞ്ഞതുപോലെ ഇവരെ ഒന്നായിട്ട് ചേർത്ത് പിടിക്കുക, ഒരു ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം തോന്നി. ആവശ്യമുള്ള ഇതാണ് ഇപ്പം അഭിനയം ചെയ്ത് നമ്മളെല്ലാവരും കൂട്ടിപ്പിടിക്കുക, നമ്മളൊന്ന് കൂടി ഇരിക്കുക, കൂടി സംസാരിക്കുക, ഒന്ന് ആഹ്ലാദിക്കുക, ഒരു എൻജോയ് ചെയ്യുക. ഇത് ഇക്കാലം വരെ ഒരു സർക്കാർ എവിടെയും തയ്യാറായില്ല. ഇപ്പൊ തന്നെ ഒരു സ്വകാര്യ മേഖലയിൽ കൊണ്ടോട്ടി ഡയാലിസിസ് സെന്ററിന്റെ കീഴിൽ ആ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ പരിപാടി വരുന്നുണ്ട്, ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതിലൊക്കെ നമ്മളൊക്കെ ഭാഗഭാക്കാവണം. എങ്കിൽ ഈ ആമിന ജിജുവിന്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു സദുദ്യമം, ഈ ഒരു കാരുണ്യ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായം. ഇപ്പൊ നമ്മൾ ഇത് 8 ആളെ അറിയുള്ളൂ. ഇത് വേറെ ഏതെങ്കിലും പാർട്ടി ആളുകൾ നടത്തുകയാണെങ്കിൽ 800 ആളെടുത്ത് ഇപ്പം ഈ ഫോട്ടോ ഇതൊക്കെ എത്തിയിട്ടുണ്ടാവും. ഈ ആളുകളെ ഇയാളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ല. ഇവരെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും കിട്ടാനോ എന്തെങ്കിലും പിരിവ് നടത്താനോ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ ഉദ്ദേശിക്കണില്ല. നിങ്ങളോട് ആരോടും ഒരു പൈസ ഇത്തരം പരിപാടിക്ക് ആര് എപ്പം വാങ്ങണോ അന്ന് ഞങ്ങൾ പിന്നെ എടുക്കും. നിങ്ങളോട് ആരോടും ഒന്നും വാങ്ങിയിട്ടും ഞങ്ങൾ ഉണ്ടാക്കും. ഇത് നിങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സാമ്പത്തികം, സാമൂഹികം ഇങ്ങനത്തെ മക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്ത നമ്മളിതിന്റെ സംഘാടക ആമിന ജിജു ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഫൈസൽ മാഷ് ഇവിടെ എത്തിയത്. തെല്ലേസാറൊക്കെ കുന്നമംഗലത്ത് നിന്നാണ് ഇവിടെ എത്തിപ്പെട്ട്. എന്തും കിട്ടാൻ വേണ്ടിയിട്ടല്ല, സമയം അവരെ ജീവിതത്തിന്റെ ഒരു ഭാഗം, ഒരു അര ദിവസം പോയി ജീവിതത്തിൽ നിന്ന്, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഈ രംഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപാട് ആളുകൾ നമുക്കൊക്കെ ഒരുപാട് കൂട്ടായ്മകളുണ്ട് ഈ മക്കളെ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ആരാണോ തരുന്നത് അതിന്റെ കൂടെ നമ്മൾ നിൽക്കണം. നമുക്ക് ആവശ്യം ഇത് എൻജോയ്മെന്റ് ആണ്, ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ അമ്മമാരെയും മറ്റേ രക്ഷിതാക്കളെയൊക്കെ ചേർത്ത് പിടിക്കലാണ്. ഞങ്ങളൊക്കെ ഭാഗത്തുനിന്നുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏത് നിലക്കും എപ്പോഴും ഏത് സമയത്തും ഉണ്ടാവുമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.